ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറുടെ ഉത്തരവുകൾ പാലിക്കാതിരുന്ന പുനലൂർ യൂണിറ്റിലെ ATOയെ അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസറെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് KSRTC ഒരു നടപടി സ്വീകരിച്ചതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ATO ആയ KP ഷിബുവിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. KSRTCയിലെ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യമാണ് ഗണേഷ് കുമാർ മുന്നോട്ട് വച്ചത്. അതിനായി ഏറ്റവും പ്രധാനമായി മുന്നോട്ട് വച്ച ഈ നിർദ്ദേശത്തെ തന്നെ അവഗണിച്ചു എന്നതിനെ തുടർന്നാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഓഫീസുകളിൽ ജീവനക്കാർ സീറ്റിലില്ലാത്തപ്പോഴും അനാവശ്യമായി ലൈറ്റും ഫാനും ഓൺ ചെയ്തിടുന്നത് ഒഴിവാക്കേണ്ടതാണ് എന്നുള്ള നിർദ്ദേശമാണ് മുന്നോട്ട് വച്ചത്. വൈദ്യുതി ലാഭിക്കാനും അതോടൊപ്പം തന്നെ ലാഭത്തിലാക്കാനുമുള്ള ഒരു നീക്കമായി തന്നെയാണ് ഇതിനെ നോക്കിക്കണ്ടത്. ഒരു ഓഫീസിൽ മാത്രമല്ല, കേരളത്തിലുടനീളമുള്ള മുഴുവൻ ഓഫീസുകളിലും ഇങ്ങനെ ഒരു നിർദ്ദേശം പാലിച്ചാൽ എത്രത്തോളം വൈദ്യുതി ലാഭിക്കാമെന്നുള്ളതാണ് ഗണേഷ് കുമാറിൻ്റെ ദീർഘവീക്ഷണം. ഇതുകൂടാതെ എല്ലാ ശനിയാഴ്ച പ്രവൃത്തി ദിവസങ്ങളിലും സ്മാർട്ട് സാറ്റർഡേ ആചരിക്കുന്നതിനും ഈ ദിവസം ഉച്ചയ്ക്ക് ശേഷം ജീവനക്കാർ അവരവരുടെ വിഭാഗങ്ങളിലെ ഫയലുകൾ, മറ്റ് ഓഫീസ് ഉപകരണങ്ങൾ, ഓഫീസും പരിസരവും ഒക്കെ തന്നെ വൃത്തിയായും അടുക്കും ചിട്ടയോടും കൂടി ക്രമീകരിക്കുന്നതിനായി ഒരു നിർദ്ദേശം നൽകിയിരുന്നു. ഇവ സംബന്ധിച്ച് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറും ഉത്തരവ് പുറപ്പെടുവിച്ചു. 5/4/24 KSRTCയുടെ പുനലൂർ യൂണിറ്റിൽ വിജിലൻസിന്റെ ഭാഗത്തു നിന്നും ഒരു പരിശോധന നടന്നു. എന്നാൽ അന്ന് നടത്തിയ പരിശോധനയിൽ ഇങ്ങനെ മന്ത്രി പുറപ്പെടുവിച്ച, ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ പുറപ്പെടുവിച്ച യാതൊരുവിധ ഉത്തരവുകളും പാലിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇവ പൂർണ്ണമായും ലംഘിക്കപ്പെട്ടിരിക്കുന്നതായി കണ്ടെത്തുകയും ചെയ്തു. ഉത്തരവ് നടപ്പിലാക്കുന്നതിൽ യൂണിറ്റ് ഓഫീസറുടെ ഭാഗത്തു നിന്നുമുണ്ടായത് വളരെ ഗുരുതരമായ വീഴ്ചയാണ്, കൃത്യവിലോപമാണ്. ഇക്കാര്യം കണ്ടെത്തി അന്വേഷണ വിധേയമായി തന്നെ സസ്പെൻഡ് ചെയ്യാനുള്ളൊരു തീരുമാനമാണ് ഉരുത്തിരിഞ്ഞു വന്നത്. KSRTC ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ PS പ്രമോദ് ശങ്കറാണ് IOFS പുനലൂർ യൂണിറ്റ് ഓഫീസറെ അന്വേഷണ വിധേയമായി പിന്നീട് സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിട്ടത്. പരിശോധനയിൽ സർവീസ് ഓപ്പറേഷനിലും യൂണിറ്റ് അധികാരിയുടെ മേൽനോട്ട പിഴവുള്ളതായി വിജിലൻസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. KSRTCയെ ലാഭത്തിലാക്കാൻ നോക്കുമ്പോൾ ഇതുപോലുള്ള ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന കൃത്യവിലോപം അത് സ്ഥാപനത്തെ തന്നെ മോശകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നു, മറ്റുള്ളവർക്ക് കൂടി കൃത്യമായി ജോലി ചെയ്യാനുള്ള അവസരം നിഷേധിക്കുന്നു എന്നീ കണ്ടെത്തലൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. KSRTCയുടെ പുരോഗതി ലക്ഷ്യമിട്ടുകൊണ്ടാണ് CMD ഇങ്ങനെ പല ഉത്തരവുകളും പുറപ്പെടുവിക്കുന്നത്. പലതും ഒരു വിഭാഗം ജീവനക്കാരോ ഉദ്യോഗസ്ഥരോ ഒട്ടും തന്നെ ഗൗരവത്തോടു കൂടി ഗൗരവത്തോടെ നോക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇതിനെ പൂർണ്ണമായും അവഗണിക്കുന്ന ഒരു കാര്യം കൈകാര്യം ചെയ്യുകയോ നടപ്പിലാക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് കൂടി ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ഇതിനെ തുടർന്നാണ് പരിശോധന നടത്താനും വിജിലൻസിന്റെ ഭാഗമായി അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാനും ഉത്തരവിട്ടത്.